എന്നെ സംഗീതത്തിലെ സപ്തസ്വരങ്ങൾ സ രി ഗ മ പ ധ നി ഈ സ്വരങ്ങൾ അഭ്യസിപ്പിച്ചത് ഒരു മഹാനായ സംഗീതജ്ഞനാണ്. മുല്ലമോട് ഭാഗവതർ, ആറ്റിങ്ങൽ ഹരിഹരയ്യർ. അദ്ദേഹത്തിൻ്റെ അഗ്രഹാരത്തിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എത്രയോ വർഷത്തിന് ശേഷമാണ് ഈ അഗ്രഹാരത്തിൽ ഞാൻ വരുന്നത്. അദ്ദേഹം ഇപ്പോൾ മരിച്ചിട്ട് ഏകദേശം 16 വർഷമായി. അതായത് എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹമാണ് എനിക്ക് ഈ സംഗീതത്തിലുള്ള എൻ്റെ അന്ധത, എൻ്റെ വിവരമില്ലായ്മ ഒക്കെ മാറ്റി സംഗീതത്തിൻ്റേതായ ഒരു പുതിയ ലോകം അതിൽ പാറിക്കളിക്കാനും അത് മനസ്സിലാക്കാനും ഒക്കെയുള്ള ആ ഒരു പുതിയ ആകാശത്തിലേക്ക് എന്നെ തുറന്നുവിട്ട മഹാനായ എൻ്റെ ഗുരു. അദ്ദേഹത്തിന് ഏറ്റവും വലിയൊരു ഭാഗ്യം അദ്ദേഹം മരിച്ചത് അദ്ദേഹം ഒരു കച്ചേരി നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ്. അത്രയ്ക്ക് സംഗീതത്തിനെ സ്നേഹിക്കുകയും സംഗീതത്തോട് അത്ര ദിവസവും അദ്ദേഹത്തിന് സംഗീതമല്ലാതെ വേറൊന്നും തന്നെ അദ്ദേഹത്തിന് പറയാനോ പ്രവർത്തിക്കാനോ ഇല്ല. അങ്ങനെ സംഗീതം, ജീവിതം തന്നെ സംഗീതമാണ്. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലും അദ്ദേഹത്തിൻ്റെ ഓരോ ദിനചര്യയിലും അദ്ദേഹം ആഹാരം കഴിക്കുമ്പോൾ പോലും സംഗീതത്തിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു മഹാനായ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ കീഴിൽ ആദ്യമായിട്ട് പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത്. ഹരിഹരയ്യർ സാറ് എന്നെ 5 വയസ്സ് മുതലാണ് സംഗീതം പഠിപ്പിച്ചു തുടങ്ങി. അപ്പോൾ ഇങ്ങനെ എൻ്റെ വീട്ടിൽ സാറ് വരും, അവിടെ ഒരു പായിടും, ഒരു സൈഡിൽ സാറ് ഹാർമോണിയായിട്ടിരിക്കും, ഞാൻ ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് അങ്ങനെയാണ് സാരി ഗ മ ഈ സ്വരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു തന്നത്. അപ്പോൾ അന്ന് ഈ കൊച്ചുകുട്ടി ആയതുകൊണ്ട് കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ കോൺസെൻട്രേഷൻ മാറി വേറെ എന്തെങ്കിലും ആവുകയും ഞാൻ പെട്ടെന്ന് എണീച്ച് ഓടിക്കളയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെ 1-2 പ്രാവശ്യം ആയപ്പോഴത്തേക്കും പിന്നെ സാറ് പഠിപ്പിക്കുന്ന ആ മെത്തഡോളജി ഒന്ന് മാറ്റി. അത് ഞാൻ ആദ്യം സാറിനെ കാണുമ്പോൾ തന്നെ സാറ് പായിലിരുന്ന് ഒരു അമർചിത്ര കഥ കോമിക്ക് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. അപ്പോൾ അതിങ്ങനെ മറച്ചിട്ട് അതിൻ്റെ ആദ്യത്തെ 1-2 പേജസിലുള്ള കഥ എന്നോട് അദ്ദേഹം പറയും. അത് കഴിഞ്ഞിട്ട് പറയും ഇനി പാടും. അങ്ങനെയാണ് ശരിക്ക് ഒരു കഥ പറച്ചിൽ, അതിൻ്റെ കൂടെ തന്നെ സംഗീതാഭ്യാസം. അങ്ങനെ ഈ സംഗീതം അഭ്യസിക്കുന്നത് ഒരു വല്ലാത്ത ഒരു കടുപ്പമായ കാര്യമാണെന്ന് ഒരിക്കലും എനിക്ക് തോന്നാത്ത രീതിയിൽ അതേസമയം വളരെ ഗഹനമായിട്ട് തന്നെ സംഗീതം പഠിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ സാറിന് ഇന്നത്തെ സാറന്മാരെ പോലെ അടിച്ചു പഠിപ്പിക്കുന്ന ഒരു രീതിയല്ല. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മരിച്ചു, അദ്ദേഹത്തിൻ്റെ മകള് ലക്ഷ്മി എനിക്ക് ഒത്തിരി വർഷമായിട്ട് അറിയാവുന്ന എൻ്റെ സഹോദരിയാണ്. അച്ഛന് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അതിൽ ഏറ്റവും നല്ല ശിഷ്യൻ, അതായത് ഏറ്റവും പ്രായം കുറഞ്ഞ ശിഷ്യൻ ജയചന്ദ്രനാണെന്ന് എപ്പോഴും പറയാറുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഒത്തിരി പ്രായമായവരൊക്കെ അച്ഛനോട് പഠിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് പഠിക്കുന്ന പ്രായം കുറഞ്ഞ ശിഷ്യൻ ജയചന്ദ്രനാണെന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നല്ല ശിഷ്യനാണ്. 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്ന് അത് പിക്കപ്പ് ചെയ്യും. ഞാൻ എന്ത് പറയുന്നോ അത് മാത്രം എളുപ്പം കൈകാര്യം ചെയ്യും എന്നൊക്കെ എപ്പോഴും അച്ഛൻ പറയാറുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ ഒരു വഴിത്തിരിവാണ് ശരിക്കും സാറിൻ്റെ അടുത്ത് പാട്ട് പഠിക്കാൻ വന്നത്. കാരണം അതുവരെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഗീതത്തിനെ കുറിച്ചുള്ള കോൺസെപ്റ്റ്സ് എല്ലാം തന്നെ മാറ്റി മറിക്കുന്ന ഒരു റിഫോർമേഷൻ, എൻ്റെ ഒരു റെവല്യൂഷണൈസേഷൻ എൻ്റെ സംഗീതത്തിൽ വന്നത് ശരിക്കും സാറിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതുകൊണ്ടാണ്. സ്വരസ്ഥാനങ്ങളും അത് ഘടിപ്പിക്കുക, സ്വരസ്ഥാനം ആദ്യമായിട്ട് ഘടിപ്പിക്കുക, അതിനുവേണ്ടി വർണ്ണങ്ങൾ പഠിക്കുക, അതിനുശേഷം കൃതികൾ എങ്ങനെ ഭാവത്തോടുകൂടി കൃതികൾ അവതരിപ്പിക്കണം എന്നുള്ളതൊക്കെ സാറിൻ്റെ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. എല്ലാത്തിലും സാറാണ് എൻ്റെ തുടക്കക്കാരൻ. സംഗീതത്തിലായാലും പിന്നെ സിനിമ സംഗീതത്തിൽ വന്നപ്പോഴും ഡിവോഷണൽ മ്യൂസിക്കിൽ വന്നപ്പോഴും എല്ലാം തന്നെ സാറാണ് എന്നെ ആദ്യമായിട്ട് കൈപിടിച്ച് കൊണ്ടുവന്നത്. കുട്ടന് ഞാൻ ആദ്യം കുട്ടന് ഒരു ലൈറ്റ് മ്യൂസിക്കാണ് പറഞ്ഞു കൊടുക്കുന്നത്. കുട്ടന് വേണ്ടിയിട്ട് സ്കൂള് യൂത്ത് ഫെസ്റ്റിവലിന് ഒന്ന് പാടാൻ വേണ്ടിയിട്ട് ഹരിനാമ കീർത്തനം എന്നുള്ളൊരു പാട്ട്. അന്നത്തെ ആകാശവാണിയിലെ ലളിതഗാനത്തിലെ ലെസണൊക്കെ എടുത്ത് ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. അതാണ് ആദ്യം കുട്ടന് വേണ്ടിയിട്ട് ഒരു കാസറ്റിലൊക്കെ ആക്കി കൊടുത്ത് കുട്ടിനെ പഠിപ്പിച്ച് ഹരിനാമ കീർത്തനം പാടി ഞാനിന്നു ഗുരുവായൂരപ്പൻ്റെ തിരുനടയിൽ. ഇതാണ്
ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കുട്ടൻ ഇവിടെ പഠിക്കാനൊന്നും വളരെ കൊച്ചു കുട്ടിയായിട്ടാണ് മധുചേട്ടനാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഏറ്റവും ഒരു അത്ഭുതം എന്ന് വെച്ചാൽ കുട്ടന് അന്ന് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസീഷ്യൻ MD രാമനാഥനാണ്. അപ്പം മ്യൂസിക്കിന് ഏറ്റവും ഡെപ്തുള്ള ആളാണ് MD രാമനാഥൻ. MD രാമനാഥൻ്റെ മ്യൂസിക് എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക്കല്ല, വളരെ മ്യൂസിക്കുമായിട്ട് അർപ്പണം, ആ മ്യൂസിക്കിലേക്ക് ഇറങ്ങി ചെല്ലുന്നവർക്ക് ഇഷ്ടമുള്ള. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. MDRൻ്റെ സ്റ്റൈലിലാണ് കുട്ടൻ എല്ലാം പാടുന്നത്, വളരെ സ്ലോയിൽ ബേസായിട്ട്. അപ്പം അതൊരു ഭയങ്കര നല്ലൊരു ലക്ഷണമാണ്. എന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റ് MDRൻ്റെ അത്ര ഏജിൽ വളരെ കുട്ടിക്കാലത്ത് MDRൻ്റെ മ്യൂസിക് ഇഷ്ടമെന്ന് പറഞ്ഞാൽ അയാൾ ആ മ്യൂസിക്കിനെ പിന്നെ ജ്ഞാനത്തിൻ്റെ ഒരു നല്ല ലെവലിൽ എത്തിയിട്ടുണ്ട്. അപ്പം അത് ഒരു നല്ലൊരു ലക്ഷണമായിട്ട് എനിക്ക് അന്നേ തോന്നിയിരുന്നു. പിന്നെ അന്ന് പഠിക്കുമ്പോഴും കുട്ടൻ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. കുട്ടൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഡെഡിക്കേഷൻ ടു മ്യൂസിക് എന്ന്. എൻ്റെ ഒരുപാട് ചുറ്റന്മാർ എനിക്കുണ്ട്, പക്ഷേ എനിക്കതിപ്പോഴും എടുത്തു പറയാം. ഇത്രയും മ്യൂസിക്കിൻ്റെ ഡെഡിക്കേഷൻ ഉള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല. കുട്ടനെ അത്രയും ആ മ്യൂസിക്കിനെ സ്നേഹിച്ചിട്ടുണ്ട്. മാക്സിമം അതിന് ഹാർഡ് വർക്ക്, ആ ഹാർഡ് വർക്കിൻ്റെ ഒരു ഫലം കുട്ടനത് ഇന്ന് കിട്ടുന്നതിന് യാതൊരു ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്. ഒരു സംഗീത സംവിധായകനാണെന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നത് MB ശ്രീനിവാസൻ സാറിൻ്റെ കൊയറിൽ ചേർന്നപ്പോഴാണ്. അവിടെ വെച്ച് ഞാൻ കണ്ടെത്തിയ എൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട്സാണ് ശരിക്കും എൻ്റെ കൂടെയുള്ള 3 പേര്. ശ്രീ ജോൺ മത്തായി, ശ്രീ ശ്രീകുമാർ, ശ്രീ സേതുരാമൻ. ശരിക്കും പറഞ്ഞാൽ ഒരു സംഗീത സംവിധായകനാകുന്നതിൽ വളരെ നിർണായകമായ പങ്ക് ഇവർ പല ഘട്ടങ്ങളിലായിട്ട് ഇവർ നിർവഹിച്ചിട്ടുണ്ടെന്നാണ് പറയാം. ജോൺ ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ബാസ്കറ്റ്ബോളും സംഗീതവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ജോണിനെ പറ്റി പറയാം. പിന്നെ ശ്രീകുമാറിനെ സംബന്ധിച്ചിടത്തോളം ശ്രീകുമാർ ഇപ്പോൾ MBS സ്ക്വയറിൻ്റെ ഓഫീസ് സെക്രട്ടറിയാണ്. എൻ്റെ കൂടെ ഞാൻ ആദ്യം സംഗീത സംവിധാനം തുടങ്ങിയപ്പോൾ എൻ്റെ അസിസ്റ്റൻ്റായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരനിൽ സംഗീതമില്ലേ എന്ന് ചോദിച്ചാൽ അതാണ് സേതുരാമൻ. സേതുരാമൻ പോലീസ് ഓർക്കസ്ട്രയിൽ മാൻഡലിൻ വായിക്കുന്നതാണ്. മാൻഡലിൻ നന്നായിട്ട് വായിക്കണമെന്ന് എനിക്കറിയില്ല. മാൻഡലിൻ വായിക്കുന്ന ആളാണ്. ഇവർ 3 പേർക്കും ഒരുപാട് മ്യൂസിക് സെൻസുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. തീർച്ചയായിട്ടും എൻ്റെ ഈ യാത്രയിൽ തീർച്ചയായിട്ടും വളരെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിർണായകമായ പങ്ക് ഇവർ വഹിച്ചിട്ടുണ്ട്. അത് കാരണമാണ് നിങ്ങൾക്ക് ഞാൻ ഈ എൻ്റെ സുഹൃത്തുക്കളെ എൻ്റെ ഹാർട്ട് ബീറ്റ്സ് പോലെ ഞാൻ സൂക്ഷിക്കുന്ന, ഫ്രണ്ട്ഷിപ്പ് സൂക്ഷിക്കുന്ന ഈ സുഹൃത്തുക്കളെ നിങ്ങളെ പരിചയപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു.